സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയത്തിൽ പെന്തക്കോസ്ത തിരുനാൾ ആചരിച്ച് ജെറുസലേം പാത്രിയാർക്കീസ്. ഗാസയിലെ ഏക കത്തോലിക്ക ഇടവകയായ ഹോളി ഫാമിലി ദേവാലയത്തിൽ പെന്തക്കോസ്ത തിരുനാൾ ആചരിച്ച് ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ ഇസബല്ല. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം സൃഷ്ടിച്ച നാശത്തിനും കൊടിയ വേദനകൾക്കും നടുവിലാണ് ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ ഇസബല്ല കഴിഞ്ഞ ദിവസം ഗാസയിൽ എത്തിച്ചേർന്നത്. സംഘർഷം ആരംഭിച്ച് 7 മാസങ്ങൾക്ക് ശേഷമാണ് പാത്രിയാർക്കീസ് സന്ദർശനം. ഗാസയിൽ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഒരു സമൂഹത്തെ കണ്ടുമുട്ടിയതായി അദ്ദേഹം പറഞ്ഞു. ആളുകളുടെ കണ്ണിൽ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും കാണുന്നുവെന്നും തങ്ങൾ സ്ഥലത്ത് തന്നെ തുടരുമെന്നും വിശ്വാസികൾ തന്നോട് പറഞ്ഞതായും കർദിനാൾ പിയർ ബാറ്റിസ്റ്റ വെളിപ്പെടുത്തി. ബോംബ് സ്ഫോടനത്തിൻ്റെ ശബ്ദം ഇടയ്ക്കിടെ കേൾക്കുന്നു, എന്നാൽ അവർ ദൈനംദിന ജീവിതം ക്രമീകരിക്കുകയും വൈദ്യുതി, വെള്ളം, ഭക്ഷണം എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് തൻ്റെ വ്യക്തിപരമായ സ്നേഹവും മുഴുവൻ സഭയുടെയും സ്നേഹവും എത്തിക്കുക എന്നതായിരുന്നു തൻ്റെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്നും കർദിനാൾ ഇസബല്ല പറഞ്ഞു. ഗാസയിലെ ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റമാനെലിയും കർദിനാൾ ഇസബല്ലയും ചേർന്നാണ് പെന്തക്കോസ്ത തിരുനാൾ ദിനത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത്. നൂറുകണക്കിന് അഭയാർത്ഥികളാണ് ഹോളി ഫാമിലി ദേവാലയത്തിൽ കഴിയുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.